ഹലോ ഓൾ. നമ്മളിപ്പം സെക്കൻഡ് ചാപ്റ്റർ ഓഫ് ബയോളജിയിലോട്ടാണ് എത്തിയിട്ടുള്ളത്, വിൻഡോസ് ഓഫ് നോളജ്. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? സെൻസേഷൻസ് അല്ലേ, നമ്മുടെ ബോഡിക്ക് ചുറ്റും നടക്കുന്ന പല കാര്യങ്ങളെയും നമ്മളെങ്ങനെ മനസ്സിലാക്കുന്നു, നമ്മളെങ്ങനെ ബോഡിയിലോട്ട് അത് ഉൾക്കൊണ്ടെടുക്കുന്നു, പുറത്തോട്ട് അതെങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം ആ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത്. അപ്പോൾ അവിടെ നമ്മൾ ആരൊക്കെ പറ്റിയിട്ട് മനസ്സിലാക്കി? സ്റ്റിമുലസിനെ പറ്റിയിട്ട് മനസ്സിലാക്കി. പിന്നെ ആ സ്റ്റിമുലസിനെ റിസീവ് ചെയ്യുന്ന റിസപ്റ്റർ സെൽസ് ഉണ്ടെന്ന് മനസ്സിലാക്കി. റിസപ്റ്റർ സെൽസ് നമ്മുടെ ബോഡിയിലെ നെർവ് സെൽസിലോട്ട് ആ മെസ്സേജിന് അല്ലെങ്കിൽ ആ സ്റ്റിമുലസിനെ എത്തിക്കും എന്നുള്ളതും, അതുവഴി അവിടെ ഇലക്ട്രിക്കൽ മെസ്സേജുകൾ, ഇമ്പൾസുകൾ ഉണ്ടാകുന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ആ ഇമ്പൾസുകൾ കെമിക്കൽ മെസ്സേഞ്ചേഴ്സ് ആയിട്ടും അതുപോലെ പിന്നെയും ഇലക്ട്രിക്കൽ മെസ്സേജുകളായിട്ടും നമ്മുടെ ബോഡിയിലെ നെർവ് സെൽസിൻ്റെ ഉള്ളിലൂടെ കടന്നു പോയി ബ്രെയിനിലെത്തി. ബ്രെയിനിൽ അതിന് വേണ്ടിയിട്ടുള്ള, ബ്രെയിനിലോ സ്പൈനൽ കോഡിലോ എത്തി അതിന് വേണ്ടിയിട്ടുള്ള റെസ്പോൺസുകൾ അവിടെ ജനറേറ്റ് ചെയ്തു. അത് തിരിച്ച് പിന്നെ മോട്ടോർ നെർവ്സ് അല്ലെങ്കിൽ മിക്സ്ഡ് നെർവ്സ് ഒക്കെ വഴി തിരിച്ച് നമ്മുടെ ബോഡി പാർട്സിലോട്ട്, വാണ്ടഡ് ആയിട്ടുള്ള ബോഡി പാർട്സിലോട്ട് വന്നിട്ട് അവിടെ അതിനനുസരിച്ചുള്ള റെസ്പോൺസസ് എന്തുണ്ടാക്കി, ജനറേറ്റ് ചെയ്തു. ഇതെല്ലാം നമ്മുടെ ആ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എല്ലാം സ്റ്റിമുലസ് പുറത്തുനിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന കാര്യമാണ്. ഹീറ്റ് ആവട്ടെ, പ്രഷർ ആവട്ടെ, ലൈറ്റ് ആവട്ടെ, സൗണ്ട് ആവട്ടെ, ഇങ്ങനെയുള്ള ടേസ്റ്റുകളാവട്ടെ, സ്മെല്ലാവട്ടെ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളാണ് സ്റ്റിമുലസ്, പുറത്തുനിന്നുള്ള എൻവയൺമെൻറ്റിൽ നമ്മുടെ ബോഡിയിലോട്ട് വരുന്ന കാര്യങ്ങൾ. ഇനി ഇത് ബോഡിയായിട്ട് അത് ലിങ്ക് ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണ്? റിസപ്റ്റർ സെൽസിൽ വെച്ചിട്ടാണ് അല്ലേ. ഈ സ്റ്റിമുലസിനെ റിസീവ് ചെയ്ത് ബോഡിയിലോട്ട് എത്തിക്കാൻ സഹായിക്കുന്ന ലിങ്ക് ആരാണ്? റിസപ്റ്റർ സെൽസ് ആണ്. അപ്പം നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് ഈ റിസപ്റ്റർ സെൽസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ചാപ്റ്ററിൻ്റെ പേരൊന്ന് നോക്ക്, വിൻഡോസ് ഓഫ് നോളേജ്. എന്താണ് നോളേജ്? വിവരം, വിജ്ഞാനം ഒക്കെയാണ് നോളേജിൻ്റെ അർത്ഥം. അപ്പം നമ്മളാകുന്ന ഹ്യൂമൻ ബീയിങ്ങിന് പുറത്തത്തെ സറൗണ്ടിങ്ങിനെ പറ്റിയിട്ടുള്ള വിവരങ്ങളും അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കുന്നത് നമ്മുടെ ഈ ബോഡി പാർട്സിലുള്ള റിസപ്റ്റേഴ്സ് വഴിയാണ്. ഓരാണ് വിൻഡോസ്, ഈ നോളേജ് കടന്നു വരാനുള്ള വിൻഡോസ് ഇവരാണ്. ഏതൊക്കെ ഉണ്ട്? നമ്മുടെ 5 മെയിൻ എക്സ്റ്റേണൽ സെൻസ് ഓർഗൻസ് ഏതൊക്കെയാണ് വരുന്നത്? ഐസ്, എ പെയർ ഓഫ് ഐസ്, എ പെയർ ഓഫ് ഇയേഴ്സ്, പിന്നെ ടങ്, നോസ് ആൻഡ് സ്കിൻ. അപ്പോൾ പുറത്ത് ഉള്ള സ്റ്റിമുലസുകൾ നമ്മുടെ ബോഡിയിലോട്ട് എടുക്കുന്ന 5 മെയിൻ ആയിട്ടുള്ള സെൻസ് ഓർഗൻസ് ആണ് ഇവർ. അപ്പോൾ ഈ 5 സെൻസ് ഓർഗൻസിനെ കുറിച്ചിട്ടാണ് ഈ ചാപ്റ്ററിൽ ഡീറ്റെയിൽഡായിട്ട് പഠിക്കാൻ പോകുന്നത്. ഡീറ്റെയിൽഡായിട്ട് പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളെ പറ്റിയിട്ടും. അപ്പോൾ നമുക്ക് ചാപ്റ്റർക്ക് കിടക്കാം. അപ്പോൾ ചാപ്റ്ററിൽ ആദ്യം കൊടുക്കുന്നത് എർത്ത് ക്വേക്ക് വിക്ടിംസ് റെസ്ക്യൂഡ് എന്ന് പറഞ്ഞൊരു പേപ്പർ കട്ടിംഗ് ആണ്. അപ്പം കാഠ്മണ്ഡു, നേപ്പാളിൻ്റെ ക്യാപിറ്റലായിട്ടുള്ള കാഠ്മണ്ഡുവിൽ ഒരു എർത്ത് ക്വേക്ക് നടക്കുന്നതും അവിടെ ഒരുപാട് ബിൽഡിങ്സ് കൊളാപ്സ്ഡായി, അവിടെ ഒരുപാട് ആൾക്കാർ ട്രാപ്ഡായിപ്പോയി, മണ്ണിൻ്റെ അടിയിലൊക്കെ പെട്ടുപോയി. നമ്മുടെ നാട്ടിൽ നടക്കുന്നതാണ്, കാര്യമായിട്ട് പ്രളയമാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്, ഫ്ലഡാണ്. അപ്പോൾ ഫ്ലഡ് ഇഷ്യൂസാണ് വരുന്നതെല്ലാം. അതുവഴിയും ലാൻഡ് സ്ലൈഡ്സ് ഉണ്ടായി നമ്മുടെ കുറേ ആൾക്കാരെല്ലാം മണ്ണിൻ്റെ അടിയിൽ പെട്ടുപോകുന്നതും അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നതാണ്. അപ്പോൾ അവിടെയൊക്കെ ആൾക്കാർ സഹായിക്കാൻ വരും. അപ്പം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? മാസമായിട്ട് ഒരുപാട് മണ്ണിടിഞ്ഞ് വീണ് കിടക്കുന്ന സ്ഥലമാണെങ്കിലൊക്കെ മേലെ കാണുന്ന നമുക്ക് പറ്റുന്ന ആൾക്കാരൊക്കെ രക്ഷിക്കും. പിന്നെയും ബോഡി കാണാത്തത് ഉണ്ടാവുമ്പം എന്തെങ്കിലും വെച്ചിട്ട് JCB എന്താണെന്ന് വെച്ചിട്ട് അതിനനുസരിച്ചുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് കൊണ്ടുവന്നിട്ട് ഡിഗ് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ പിന്നെ ഇവിടെ ഈ പേപ്പർ കട്ടിങ്ങിൽ പറയുന്നുണ്ട്, ഡോഗ്സ് ഹെൽപ്പ് ടു ഡിറ്റക്ട് ദ വിക്ടിംസ് ആൻഡ് സേവ് ദെയർ ലൈഫ്സ് ഡ്യൂറിങ് ദ ക്രൈസിസ്. അപ്പം ആരെ കൊണ്ടുവന്നു? ഡോഗ്സിനെ കൊണ്ടുവന്നിട്ടാണ് നമ്മളെക്കാളും കൂടുതലായിട്ട് ഇവരെ പെട്ടെന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ എങ്ങനെയാണ് ഡോഗ്സിന് നമ്മളെക്കാളും കൂടുതൽ പെട്ടെന്ന് ഇങ്ങനെ ഇവരുടെ പ്രസൻസിനെ മനസ്സിലാക്കാൻ പറ്റിയത്? അപ്പോൾ അതെന്തുകൊണ്ടാണ്? നമുക്കൊക്കെ അറിയാം എന്തുകൊണ്ടാണ്. നമ്മളെ വീട്ടിലൊക്കെ എന്ത് വെക്കാറുണ്ട്? മിക്ക വീടുകളിലും വാച്ച്മാനിന് പകരമായിട്ട് ആരെ വെക്കും? ഡോഗ്സിനെ വെക്കും. അതെന്തിനു വേണ്ടിയിട്ട്? ഇവർക്ക് നമ്മളെക്കാളും സെൻസ് ചെയ്യാനുള്ള കഴിവുണ്ട്. സ്മെല്ല് ചെയ്തെടുക്കാനുള്ള കഴിവ് കൂടുതലായിട്ട് ആർക്കുണ്ട്? ഡോഗ്സിനുണ്ട്. അതേപോലെ ക്യാറ്റ്, പൂച്ചയ്ക്ക് നമ്മളെക്കാളും കേൾവി ശക്തി കൂടുതലുണ്ട്. ചെറിയ പോയിന്റ് വരെ അത് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ചെവി നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഈ പൂച്ചൻ്റെ ചെവി എല്ലാം എങ്ങോട്ടേക്കാണോ സൗണ്ട് വരുന്നത് ആ ഭാഗത്തോട്ടാക്കിയിട്ട് അതിൻ്റെ കാളം അല്ലെങ്കിൽ ആ ടണ്ണൽ ഷേപ്പിലുള്ള ഇവരുടെ ചെവി ആ ഡയറക്ഷനിലോട്ട് ഡിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ
ഇങ്ങനെ പ്രത്യേകം നമ്മളെക്കാളും കൂടുതൽ സെൻസ് ചെയ്യാനുള്ള കഴിവ് പല ഓർഗാനിസങ്ങൾക്കും ഉണ്ട്. അപ്പം ഓരോ ഓർഗാനിസങ്ങളിലും ഓരോ രീതിക്കാണ് അവരുടെ സെൻസ് ഓർഗാൻസിൻ്റെ എഫിഷ്യൻസി ഉള്ളത്. ചില കാര്യങ്ങളിൽ നമ്മൾക്ക് ഇവരെക്കാളും എഫിഷ്യൻസി ഉണ്ട് അല്ലേ? ബാക്കി എല്ലാ ആനിമൽസിനേക്കാളും നമ്മൾക്കാണ് എന്തിനുള്ള മനസ്സിലാക്കാനുള്ള കഴിവ് കൂടുതലായിട്ടുള്ളത്. ബ്രെയിൻ സിസ്റ്റം കൂടുതൽ ഡെവലപ്ഡ് ആയിട്ടുള്ളത് നമ്മുടെ ബോഡിയിലാണ്. അപ്പോൾ ഇതിലിപ്പോൾ ചാപ്റ്ററിലോട്ട് വരുമ്പം ചാപ്റ്ററിൽ പറയുന്നുണ്ട് നമ്മുടെ മൂക്കിലുള്ള അല്ലെങ്കിൽ നമ്മുടെ നോസിലുള്ള ഓയിൽ ഫാക്ടറി സെൽസ്. എന്താണ് ഓയിൽ ഫാക്ടറി സെൽസ്? ഓയിൽ ഫാക്ടറി എന്നുള്ള വേർഡ് കണക്ട് ചെയ്ത് വരുന്നത് സ്മെൽ എന്നുള്ള ആ ഒരു പ്രോപ്പർട്ടി ആയിട്ടാണ്. അപ്പോൾ നമ്മൾക്ക് മണക്കാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ സ്മെല്ല് ചെയ്യാൻ സഹായിക്കുന്ന നോസിലുള്ള റിസപ്റ്റേഴ്സിനെയാണ് ഓയിൽ ഫാക്ടറി റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഈ ഓയിൽ ഫാക്ടറി റിസപ്റ്റർ സെല്ലുകൾ, നമ്മുടെ മൂക്കിലുള്ള റിസപ്റ്റർ സെല്ലുകൾ നമ്മളിങ്ങനെ അടുക്കി അടുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തിനേക്ക് മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. ഒരു പോസ്റ്റേജ് സ്റ്റാമ്പ്, നമ്മളൊരു സ്റ്റാമ്പ് വെക്കില്ല, സാധാരണ സ്റ്റാമ്പ് നിങ്ങളെല്ലാം കണ്ടിട്ടല്ലേ, സ്ക്വയർ ഷേപ്പ് അല്ലെങ്കിൽ ചെറിയ റെക്ടാങ്കിൾ ഷേപ്പിൽ വരുന്ന സ്റ്റാമ്പ്, അതിൻ്റെ ഉള്ളിലേക്ക് എത്താവുന്ന അത്ര സെല്ലുകളെ നമ്മുടെ മൂക്കിൽ ഓയിൽ ഫാക്ടറി സെൽസ് റിസപ്റ്റർ സെൽസ് ആയിട്ടുള്ളൂ. പക്ഷേ ഡോഗിൻ്റെ നോസിലുള്ള ഓയിൽ ഫാക്ടറി സെല്ലുകളെ നമ്മൾ ഇതുപോലെ അടുക്കി അടുക്കി വെക്കുകയാണെങ്കിൽ ഒരു സ്കാർഫ്, ഒരു തട്ടത്തിൻ്റെ ഉള്ളിൽ നിറയാൻ മാത്രം ഉണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് അത്രയും ഓയിൽ ഫാക്ടറി സെൽസ് നമ്മളെക്കാളും കൂടുതലാണ് ഡോഗ്സിന്. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും നമ്മളെക്കാളും കൂടുതലായിട്ട് സ്മെല്ല് ഡിറ്റക്റ്റ് ചെയ്യാൻ ആർക്ക് കഴിയും? ഡോഗ്സിന് കഴിയും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു എർത്ത് ക്വേക്ക് വിക്ടിംസിനെ റെസ്ക്യൂ ചെയ്യാനുള്ള സ്ഥലത്തോട്ട് ഡോഗ്സിനെ കൊണ്ടുപോയതും ഡോഗ്സിന് പെട്ടെന്ന് ഇവരെ പ്രസൻസ് മനസ്സിലാക്കാൻ പറ്റിയവരെ രക്ഷിക്കാൻ പറ്റിയതൊക്കെ. ഓക്കെ, അപ്പോൾ ഇപ്പം നമുക്ക് ഈ ഒരു രണ്ട് കാര്യം വെച്ച് നോക്കിയിട്ട്, അതായത് ഒരു നമ്മളെക്കാളും കൂടുതൽ റിസപ്റ്റർ സെല്ലുകൾ ഡോഗ്സിൽ ഉണ്ടായതുകൊണ്ട് ഡോഗ്സിന് കൂടുതലായിട്ട് എഫിഷ്യൻ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും, സെൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതിൽ നമുക്ക് എന്ത് മനസ്സിലായി? നമ്പർ ഓഫ് റിസപ്റ്റർ സെൽസ് എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്? എഫിഷ്യൻസി ഓഫ് ദ സെൻസ് ഓർഗനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു സെൻസ് ഓർഗനിൽ കൂടുതൽ നമ്പർ ഓഫ് റിസപ്റ്റർ സെൽസ് ഉണ്ടെങ്കിൽ അപ്പോൾ അതിന് കൂടുതലായിട്ട് എഫിഷ്യൻ്റായിട്ട് ആ ഒരു സെൻസേഷൻ ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഇപ്പം നമ്മുടെ ഹ്യൂമൻ ബീങ്സിൻ്റെ നോസും ഡോഗ്സിൻ്റെ നോസും വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ നമ്പർ ഓഫ് റിസപ്റ്റേഴ്സ്, ഓയിൽ ഫാക്ടറി സെൽസ് തന്നെയാണ് രണ്ടിലും വരുന്നത്. അപ്പോൾ ഡോഗ്സിൽ അത് എണ്ണത്തിൽ കൂടുതലാണ് സമയത്ത് അവർക്ക് കൂടുതലായിട്ട് നന്നായിട്ട് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. ആ സെൻസേഷൻ നന്നായിട്ട് എഫിഷ്യൻ്റായിട്ട് പ്രോസസ്സ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ താഴെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്, സെൻസ് ഓർഗൻസ് ആൻഡ് റിസപ്റ്റേഴ്സ്. അപ്പോൾ ഇവിടെ കുറച്ച് സെൻസ് ഓർഗൻസ്, നമ്മുടെ ബേസിക് ആയിട്ടുള്ള 5 സെൻസ് ഓർഗൻസ്, എക്സ്റ്റേണൽ സെൻസ് ഓർഗൻസും പിന്നെ അതിൻ്റെ റിസപ്റ്റർ സെല്ലുകൾ, അതിനെന്തൊക്കെയാണ് പല പേരിലാണ് അത് വിളിക്കുക. അപ്പോൾ നോസിന് നമ്മൾ ഓയിൽ ഫാക്ടറി റിസപ്റ്റേഴ്സ് എന്നവിടെ പറഞ്ഞതുപോലെ സ്കിന്നിൽ പലതരം റിസപ്റ്റേഴ്സ് ഉണ്ട്. ടച്ച് റിസപ്റ്റേഴ്സ് ഉണ്ട്, ഹീറ്റ് റിസപ്റ്റേഴ്സ് ഉണ്ട്. എന്തൊക്കെ നമ്മുടെ സ്കിന്നിലോട്ട് സ്റ്റിമുലസ് ആയിട്ട് വരുന്നു അതിനൊക്കെ പറ്റിയ റിസപ്റ്റേഴ്സ് നമ്മുടെ ബോഡിയിലുണ്ട്. എന്തൊക്കെ സ്റ്റിമുലസുകൾ വരാം? ഹീറ്റ് വരാം, കോൾഡ് വരാം, പ്രഷർ വരാം, പിന്നെ അതുപോലെ പെയിൻ വരാം, ടച്ച് വരാം, ഇങ്ങനെ പലതും വരാം. ഇനി ടങ്കിലുള്ളതാണെങ്കിൽ നമ്മൾ അതിനെന്താ പറയുക? ആ റിസപ്റ്റേഴ്സിനെ ടേസ്റ്റ് റിസപ്റ്റേഴ്സ് എന്ന് പറയും. ടേസ്റ്റ് റിസപ്റ്റേഴ്സ്, അവിടെ വരുന്ന ആകെ ഒരു സ്റ്റിമുലസേ ഉള്ളൂ, ടേസ്റ്റ്. പക്ഷെ അതിൻ്റെ വെറൈറ്റി ഓഫ് ടേസ്റ്റുകൾ വരും. പിന്നെ സെൻസ് ഓർഗൻ അടുത്തതാണ് ഇയറിൻ്റെ റിസപ്റ്റേഴ്സിന് നമ്മൾ ഓഡിറ്ററി റിസപ്റ്റേഴ്സ് എന്ന് പറയാം. അപ്പോൾ ഓഡിയോ എന്നുള്ള വാക്കുകളൊക്കെ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഹിയറിംഗ് ആയിട്ട് ബന്ധപ്പെട്ടതാണ്. അതാണ് ഓഡിറ്ററി റിസപ്റ്റേഴ്സ്. ഓഡിറ്ററി റിസപ്റ്റേഴ്സിൻ്റെ സ്റ്റിമുലസ് ആയിരിക്കും വോയിസ് അല്ലെങ്കിൽ സൗണ്ട് ആയിരിക്കും. അടുത്തത് ഐ ആണ് അടുത്ത സെൻസ് ഓർഗൻ. അതിൻ്റെ ഫോട്ടോ റിസപ്റ്റേഴ്സ് എന്നാണ് പറയുക, ഫോട്ടോ റിസപ്റ്റേഴ്സ്. അപ്പോൾ ഫോട്ടോ റിസപ്റ്റേഴ്സ്, ഫോട്ടോ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ലൈറ്റ് എന്നാണ്. ഫോട്ടോസിന്തസിസ് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഫോട്ടോസിന്തസിസ്, ലൈറ്റ് വഴി സിന്തസൈസ് ചെയ്യുന്നു. അപ്പോൾ ഫോട്ടോസിന്തസിസ് ആ വേർഡിലുണ്ട്. ഫോട്ടോ എന്നുള്ളത് ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട വാക്കാണ്. അപ്പോൾ ഫോട്ടോ റിസപ്റ്റേഴ്സ് ആണ് ഈ റിസപ്റ്റേഴ്സിനെ പറയുക. സ്റ്റിമുലസ് എന്തായിരിക്കും? ലൈറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിനി ആദ്യത്തെ സെൻസ് ഓർഗനിലോട്ട് പോവാണ്. ആദ്യത്തെ സെൻസ് ഓർഗൻ ഐ. നമ്മൾ ഏറ്റവും കൂടുതൽ എല്ലാം ഉപയോഗിക്കുന്നതാണ്, അങ്ങനെ പറയാനൊന്നും പറ്റില്ല. അപ്പോൾ ഐ ആണ് നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്ന നമ്മുടെ ഓർഗൻ. ഓക്കെ, ഐ ഇസ് എ മേജർ സെൻസ് ഓർഗൻ ദാറ്റ് ഹെൽപ്സ് എ ബ്രെയിൻ ടു ഇവോക്ക് സെൻസേഷൻ. ഒരു സെൻസേഷൻ ഇവോക്ക് ചെയ്യാൻ, തുടങ്ങാൻ സഹായിക്കുന്നത്, അതിനെ ഏർജ് ചെയ്യാൻ സഹായിക്കുന്നത് ഐ ആണ്. ഏറ്റവും മേജർ ആയിട്ടുള്ള ഒരു സെൻസ് ഓർഗനാണ്. ഇപ്പം നമ്മളിപ്പോൾ
കണ്ണടച്ച് പോവുകയാണെങ്കിൽ നമ്മളെ വട്ടത്തിലുള്ള ഒന്നും നമ്മൾ കാണുന്നില്ല എങ്കിൽ നമുക്കൊരു സാധനം ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു കുട്ടികളെ വെച്ച് നോക്കാം. നമ്മളൊരു കടൻ്റെ മുന്നിൽ പോയി നിൽക്കുകയാണ്. അപ്പോൾ കടൻ്റെ മുന്നിൽ പോയി നിൽക്കുന്ന സമയത്ത് നമ്മളെ മുന്നിലുള്ള കടകൾ കാണുമ്പോഴാണ്, അതിൻ്റെ ഉള്ളിലുള്ള സംഭവങ്ങൾ കാണുമ്പോഴാണ് നമുക്ക് ഇത് വാങ്ങണം, അത് വാങ്ങണം, ഇതൊന്ന് തൊട്ട് നോക്കണം, ഇതൊന്ന് സ്മെല്ല് ചെയ്ത് നോക്കണം, അല്ലെങ്കിൽ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം എന്നൊക്കെ തോന്നുന്നത്. ആ സെൻസേഷൻസ് എല്ലാം ഇവോക്ക് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തിൽ നിന്നാണ്? വിഷൻ അല്ലെങ്കിൽ കാഴ്ചയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമ്മളൊരു നല്ല ഭക്ഷണം, ബിരിയാണി എന്തോ കാണുമ്പോൾ ആണത് അടുത്ത് പോയിട്ട് ടേസ്റ്റ് ചെയ്യാൻ തോന്നും. സ്മെല്ല് ചെയ്യുമ്പോഴും തോന്നും, നമ്മൾ കാണുമ്പോഴാണ് അതൊന്ന് പോയിട്ട് തൊട്ട് വെക്കാൻ നോക്കുക. അതുപോലെ ചെറിയൊരു കുട്ടീനെ കാണുമ്പോൾ നമുക്ക് ആ കുട്ടീനെ ഒന്ന് എടുത്ത് പൊക്കാൻ തോന്നുന്നത് ആ കുട്ടീനെ കണ്ടതുകൊണ്ടാണ്. അപ്പോൾ ആദ്യം ഈ ബാക്കി സെൻസേഷൻസിനെ ഇവോക്ക് ചെയ്യാൻ സഹായിക്കുന്ന ഒരു മേജർ സെൻസ് ഓർഗനാണ് ഐ. ഇനി ഐ എങ്ങനെയാണ് പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ബോഡിയിൽ? അപ്പോൾ അതിൽ നമുക്ക് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് എല്ലാവരെയും ഓരോരുത്തരെയും ഓരോന്നായിട്ട് നോക്കാം. ഓക്കെ, ഇതിൽ ആദ്യമായിട്ട് വരുന്നത് ഐ സോക്കറ്റ്. നമ്മുടെ കണ്ണ് നമ്മൾ മുഖത്ത് ഒന്ന് കണ്ണാടി പോയി നോക്കുക. പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ കണ്ണിരിക്കുന്നത്, 2 കണ്ണുകൾ ഇരിക്കുന്ന ഒരു കുഴിയിലാണ്, ഒരു ഡിപ്രഷനിലാണ്. അതെന്തിനു വേണ്ടിയിട്ടാണ്? സ്കള്ളിലെ ഒരു ഡിപ്രഷനിലാണ് കണ്ണ് ഇറക്കി വെച്ചിരിക്കുന്നത്. അത് കൂടുതൽ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ എക്സ്റ്റേണൽ ഐ മസിൽസ് എന്തിനു വേണ്ടിയിട്ടാണ്? ഫിക്സ് ദ ഐ ബോൾസ് ഇൻ ദ ഓർബിറ്റ്. നമ്മുടെ കണ്ണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. താഴെ ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട്, ഫിഗർ 2.1. നമ്മുടെ കണ്ണ് പുറത്തോട്ട് കാണുന്നത് വളരെ ചെറിയൊരു ഭാഗം. ഇതൊരു വലിയ ബോളാണ്. മീനെല്ലാം കഴിക്കുന്ന കുട്ടികളാണെങ്കിൽ മീനിൻ്റെ കണ്ണെടുത്ത് നോക്കിയാൽ മനസ്സിലാകും. അങ്ങനെ സാധാരണ സ്ലോട്ടറി ഷോപ്പിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ കഴിക്കുന്ന പല ഫ്ലഷിൻ്റെയും ആ ആനിമൽസിൻ്റെ കണ്ണ് നമുക്ക് കിട്ടും നോക്കിയിട്ടുണ്ടെങ്കിൽ. സ്കൂളിലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം ചെയ്ത് പഠിക്കേണ്ട ഒരു ചാപ്റ്ററാണിത്. കണ്ണെല്ലാം കൊണ്ടുവന്ന് പിന്നെ അതിൻ്റെ എല്ലാ ഭാഗങ്ങളൊക്കെ പഠിക്കേണ്ടതാണ്. നമുക്ക് അതിൻ്റെ ഓപ്ഷൻ ഇപ്പം ഇല്ല. അപ്പം വീട്ടിൽ മീൻ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും മീൻ, പിന്നെ അതുപോലെ ബീഫെല്ലാം വാങ്ങുന്ന ആൾക്കാരാണെങ്കിൽ പാരൻസിനോട് പറഞ്ഞിട്ട് സ്ലോട്ടറി ഷോപ്പിൽ നിന്ന് ഒരു കണ്ണും കൂടെ വാങ്ങിക്കാൻ പറയാം, കണ്ടു പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അതിൽ എക്സ്റ്റേണൽ ഐ മസിൽസ്, കണ്ണിലെ മസിൽസ് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഐ ബോളിനെ കണ്ണിൻ്റെ ബോളിൻ്റെ അവിടെ തന്നെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പൊസിഷനിൽ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്തത് ഐബ്രോ എന്തിനാണ്? നമുക്ക് ചിലർക്ക് കട്ടിയുള്ളതായിരിക്കും, കട്ടി കുറഞ്ഞതായിരിക്കും. ഐബ്രോ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഒന്ന് ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ നമുക്ക് സൺലൈറ്റ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് കണ്ണിലോട്ട് പെട്ടെന്ന് അത്ര ഇൻറ്റൻസ് ആയിട്ട് സൺലൈറ്റ് കടന്നവരാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഐബ്രോസ് ഒരു പരിധി വരെയൊക്കെ സഹായിക്കും. പിന്നെ എന്തിനാണ്? സ്വെറ്റ്, നമ്മുടെ ഫോർഹെഡിൽ നിന്ന് സ്വെറ്റ് താഴോട്ട് വരുന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ നമ്മളെ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ, ഡസ്റ്റ് പാർട്ടിക്കിൾസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ. ഹെയർ എവിടെയൊക്കെ നമ്മുടെ ബോഡിയിലുണ്ടോ, നമ്മുടെ ബോഡിയിൽ എവിടെയൊക്കെ ഹെയർ ഉണ്ടാവും അവിടെ എല്ലാം ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസിൻ്റെ എൻട്രീനെ തടയാൻ വേണ്ടിയിട്ടുള്ളതാണ് കൂടുതൽ ഭാഗത്തും ഹെയർ ഉള്ളത്. ഓക്കെ, പിന്നെ വരുന്നത് ഐലാഷസും ഹെയർ തന്നെയാണ്. ഡസ്റ്റ് പാർട്ടിക്കിൾസിൽ നിന്ന് നമ്മുടെ ഐനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഐലിഡ്സ് എന്തിനും? ഐലാഷസ് എന്താണെന്ന് അറിയാലോ, പീലി. ഐലിഡ്സ് എന്താണ്? കണ്ണിൻ്റെ പോള. ഐലിഡ്സ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? പെട്ടെന്നുള്ള ഷോക്സിൽ നിന്നെല്ലാം നമ്മുടെ കണ്ണിലോട്ട് ആര് ഒരു കൈ വെച്ചാലോ, നമ്മുടെ കൈ തന്നെ അടുത്തൂടെ പോയാലോ നമ്മുടെ കണ്ണടയും. അത് കണ്ണടയുന്നത് എല്ലാം ഏത് തരം റിഫ്ലെക്സ് ആക്ഷനിൽ പെട്ടതാന്നൊക്കെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. ബ്രെയിനിൽ നിന്ന് വരുന്ന റിഫ്ലെക്സ് ആക്ഷനാണത്. ഓക്കെ, അപ്പം ഡസ്റ്റിൽ നിന്ന് എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഐലിഡ്സ്. അതുപോലെ തന്നെ എക്സ്റ്റേണൽ ഷോക്കുകളിൽ നിന്നും കണ്ണിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. പിന്നെ അടുത്തതാണ് കൺജങ്ക്റ്റീവ ഒക്കെ എന്താണെന്നുള്ളത് നമുക്ക് താഴേക്ക് നോക്കാം. പിക്ചറിൽ കൊടുത്തിട്ടുണ്ട് കൺജങ്ക്റ്റീവ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു യെല്ലോ പാർട്ടായിട്ട് മനസ്സിലാവും. നമ്മുടെ കണ്ണിൻ്റെ ഐലിഡ്സിൻ്റെ താഴെയായിട്ട് കാണുന്ന ഒരു പ്രത്യേക തരം ടിഷ്യൂ ആണ് കൺജങ്ക്റ്റീവ. നമ്മുടെ കണ്ണിൻ്റെ സ്ക്ലീറ എന്ന് പറഞ്ഞ പോർഷനെ കവർ ചെയ്യുന്നതാണത്. ഫ്രണ്ടിലെ സ്ക്ലീറ എന്ന് പറഞ്ഞ പോർഷൻ, അതായത് കണ്ണിൻ്റെ വെള്ള ഭാഗം, അതിനെ കവർ ചെയ്യുന്ന പോർഷനാണ് കൺജങ്ക്റ്റീവ എന്ന് പറഞ്ഞ ടിഷ്യൂ. അതെന്തിനു സഹായിക്കുന്നതാണ്? ദ സെക്രീറ്റ്സ് മ്യൂക്കസ് വിച്ച് പ്രൊട്ടക്ട്സ് ആൻറ്റീരിയർ പോർഷൻ ഓഫ് ദ ഐബോൾ ഫ്രം ബീങ് ഡ്രൈ. നമ്മുടെ കണ്ണിൻ്റെ മുൻഭാഗം, കണ്ണെപ്പോഴും ഒരു നനവായിരിക്കും, കണ്ണിൻ്റെ ഉള്ളിൽ തൊട്ട് നോക്കിയാൽ അറിയാം, എപ്പോഴും ഒരു നനവായിരിക്കും കണ്ണിൻ്റെ ഉള്ളിൽ. ആ നനവ് കീപ്പ് ചെയ്യാൻ, ഡ്രൈ ആവാതെ ആ വെറ്റ്നസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് കൺജങ്ക്റ്റീവ. അത് നിരന്തരം മ്യൂക്കസിനെ സെക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കും.
ഓക്കെ, അടുത്തതാണ് ടിയേഴ്സ്. Clean and lubricate the anterior part of eyeball. Lysozyme, the enzyme present in tears, destroys germs and that enter the eyes. അപ്പം നമ്മുടെ ടിയേഴ്സ് എന്താണ്, നമുക്കെല്ലാം കണ്ണിലിങ്ങനെ എന്തെങ്കിലും ചെറിയ പൊടി കയറിപ്പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെറിയ പ്രാണി പെട്ടെന്ന് കണ്ണിൻ്റെ മുന്നിലൂടെ പോയിട്ടുണ്ടെങ്കിലും എന്ത് ചെയ്യും, കണ്ണ് അതേപോലെ കണ്ണിന് ഒരു കുത്തോ അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിലൊക്കെ കണ്ണിൽ ടിയേഴ്സ് വരും, കണ്ണുനീര് വരും. എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മുടെ കണ്ണിൽ എന്തെങ്കിലും കയറിപ്പോയിട്ടുണ്ടെങ്കിൽ അതിനെ ഇറക്കി വിടാൻ വേണ്ടിയിട്ടാണ് കണ്ണിൻ്റെ ടിയേഴ്സ് വരുന്നത്. അതുപോലെ തന്നെ അതിൽ ലൈസോസൈം എന്ന് പറഞ്ഞ ഒരു എൻസൈം കിടപ്പുണ്ട്. ആ എൻസൈം എന്തിനു സഹായിക്കും, എന്തെങ്കിലും ജേംസ് എന്തെങ്കിലും കണ്ണ് വഴി കയറിയിട്ടുണ്ടെങ്കിൽ അതിനെ ഡിസ്ട്രോയ് ചെയ്യാൻ, അതിനെ കൊല്ലാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ കണ്ണിനെ ക്ലീനായി ലൂബ്രിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ആളാണ് ടിയേഴ്സ്. ഇനി കണ്ണിൻ്റെ ബാക്കി പാർട്സാണ് നമുക്ക് നോക്കേണ്ടത്. ഫിഗർ 2.1 സ്ട്രക്ചർ ഓഫ് ദ ഐ. ഏതൊക്കെ പാർട്സ് ആണുള്ളത്? കൺജങ്ക്റ്റീവ, കോർണിയ, ഐറിസ്, പ്യൂപ്പിൾ, ലെൻസ്, സ്ക്ലീറ, കൊറോയിഡ്, റെറ്റിന, യെല്ലോ സ്പോട്ട്, ഒപ്റ്റിക് നെർവ്, ബ്ലൈൻഡ് സ്പോട്ട്. ഇവരെല്ലാം നമുക്കിനി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കണം. അപ്പം ആദ്യം നോക്കേണ്ടത് ലെയേഴ്സ് ഓഫ് ഐ. ഐയിലെ ലെയേഴ്സ് ഏതൊക്കെയാണ്? അപ്പോൾ ഐ കൺസിസ്റ്റ് ഓഫ് 3 ലെയേഴ്സ്. 3 ലെയേഴ്സാണ് കണ്ണിനുള്ളത്. ഓക്കെ, അതിൻ്റെ മോഡിഫിക്കേഷൻസ് ആണ് ഫ്രണ്ടിലോട്ട് വരുമ്പോഴുള്ള പ്രൊജക്ഷൻസും പിന്നെ ഫ്രണ്ടിലോട്ട് വരുന്ന ഭാഗങ്ങളൊക്കെ. അപ്പോൾ അതിൽ മെയിൻ ആയിട്ടുള്ള 3 ലെയേഴ്സ് ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ക്ലീറ, കൊറോയിഡ് ആൻഡ് റെറ്റിന. സ്ക്ലീറ എന്താണ്? ദ വൈറ്റ് ഔട്ടർ ലെയർ വിച്ച് ഗീവ്സ് ഫേംനെസ് ടു ദ ഐ മെയ്ഡ് അപ്പ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂ. അപ്പോൾ നമ്മുടെ കണ്ണിന് ഒരു കണ്ണിൻ്റെതായിട്ടുള്ള ഷേപ്പ് കൊടുക്കുന്നത് ഈ വൈറ്റ് ഔട്ടർ ലെയറാണ്. വെള്ള കളറാണ് സ്ക്ലീറയ്ക്ക്. അത് ഫേംനെസ് കൊടുക്കും, അതായത് ഒരു ഷേപ്പും ഒരു സ്ട്രെങ്ത്തും ഒക്കെ കൊടുക്കും. മെയ്ഡ് അപ്പ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂ. ഇനി സ്ക്ലീറ ഫ്രണ്ട് പോർഷനിലോട്ട് എത്തുമ്പോൾ വരുന്നതാണ് കോർണിയ. Cornea, the projected transparent anterior part of sclera which refracts light rays to focus on the retina. അപ്പോൾ കോർണിയ എന്താണ്? നമ്മുടെ കണ്ണിൻ്റെ സ്ക്ലീറൻ്റെ ഫ്രണ്ട് പോർഷൻ ആണ്. ആൻറ്റീരിയർ പാർട്ട്, ആൻറ്റീരിയർ എന്ന് വെച്ചാൽ ഫ്രണ്ട് പോർഷൻ. പ്രൊജക്റ്റഡ് ആണ്, കുറച്ചുകൂടെ ട്രാൻസ്പെറൻ്റ് ആണ്. ട്രാൻസ്പെറൻ്റ് എന്ന് പറയുമ്പം ലൈറ്റിനെ കടത്തി വിടുന്ന ആളാണ്. വിച്ച് റിഫ്രാക്ട്സ് ലൈറ്റിൻ റിഫ്രാക്റ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? റിഫ്രാക്റ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലോട്ട് കടന്നു പോകുമ്പോൾ എന്ത് സംഭവിക്കും? ലൈറ്റിൻ്റെ ഡയറക്ഷന് ചെറിയ ആംഗിളിൽ മാറ്റം വരും. അപ്പം ആ ആംഗിളിന് മാറ്റം വരുത്തിയിട്ട് ഡയറക്ഷൻ ഓഫ് ലൈറ്റ് ചേഞ്ച് ചെയ്യാൻ സഹായിക്കുന്നത് ഒരു മീഡിയം വേറൊരു മീഡിയം ആകുമ്പോഴാണ്. അപ്പോൾ നമ്മുടെ പുറത്തുനിന്ന് അറ്റ്മോസ്ഫിയറിൽ കൂടെ കടന്നു വരുന്ന ലൈറ്റ് റേസ് കണ്ണിൻ്റെ കോർണിയ തട്ടി കഴിയുമ്പോൾ, കണ്ണിൻ്റെ കോർണിയ അറ്റ്മോസ്ഫിയറിൻ്റെ മീഡിയം അല്ലാത്ത വേറൊരു മീഡിയമാണ് കണ്ണിൻ്റെ കോർണിയ അല്ലേ. അവിടേക്ക് എത്തുമ്പോഴത്തേക്കും ലൈറ്റിൻ്റെ ഡയറക്ഷനെ മാറ്റിയിട്ട് ഡീവിയേറ്റ് ചെയ്തിട്ട് റെറ്റിനമ്മൽ ഈ ലൈറ്റ് എല്ലാം വന്ന് ഫോക്കസ് ചെയ്യുന്ന രീതിക്ക് റിഫ്രാക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിൻ്റെ ലൈറ്റിൻ്റെ ഡയറക്ഷനെ ഡീവിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ആളാണ് കോർണിയ. അടുത്തത് കൺജങ്ക്റ്റീവ, ദ ലെയർ വിച്ച് കവേഴ്സ് ആൻഡ് പ്രൊട്ടക്ട്സ് ദ ഫ്രണ്ട് പാർട്ട് ഓഫ് സ്ക്ലീറ എക്സെപ്റ്റ് കോർണിയ. കോർണിയ അല്ലാത്ത സ്ക്ലീറിൻ്റെ ബാക്കി എല്ലാ ആൻറ്റീരിയർ പോർഷനെയും കവർ ചെയ്തുകൊണ്ടുള്ളതാണ് കൺജങ്ക്റ്റീവ. നമ്മൾ മുന്നേ പറഞ്ഞു. ഇനി കൊറോയിഡ് ആണ് അടുത്ത മിഡിൽ ലെയർ. കൊറോയിഡ്, ദ മിഡിൽ ലെയർ വിച്ച് കണ്ടെയ്ൻസ് എ ലാർജ് നമ്പർ ഓഫ് ബ്ലഡ് വെസൽസ്. കണ്ണിലോട്ടുള്ള ബ്ലഡ് വെസൽസിൻ്റെ സപ്ലൈ വരുന്നത് ഏത് ലെയർ വഴിയാണ്? കൺജങ്ക്റ്റീവ വഴിയാണ്. അപ്പം ബ്ലഡ് വെസൽസ് എന്ന് പറയുമ്പോൾ തന്നെ ഉറപ്പായിട്ടും ന്യൂട്രീഷൻ എവിടെ വഴിയായിരിക്കും വരിക? അപ്പോൾ കൊറോയിഡ് വഴിയാണ് വരിക. കാരണം എന്തുകൊണ്ടാണ്? നമ്മുടെ ബോഡിയിൽ എല്ലാ ബോഡി പാർട്സിലോട്ടും എല്ലാ സെല്ലുകളിലോട്ടും ന്യൂട്രിയൻസിനെ എത്തിക്കുന്നത്, അതേപോലെ ഓക്സിജൻ സപ്ലൈ ചെയ്യുന്നത് ആരാണ്? ബ്ലഡ് വെസൽസ് ആണ്. തിരിച്ച് ആ ഓക്സിജൻ കൊടുത്തു കഴിഞ്ഞ് കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ച്, അതായത് വേസ്റ്റ് ആയിട്ട് വരുന്ന പ്രൊഡക്ട്സിനെ തിരിച്ചു കൊണ്ടുവരുന്നതും ബ്ലഡ് വെസൽസ് ആണ്. അപ്പോൾ നമ്മുടെ കണ്ണിലോട്ടുള്ള ന്യൂട്രിയൻസിൻ്റെ സപ്ലൈ, ഓക്സിജൻ്റെ സപ്ലൈ എല്ലാം വരുന്നത് ഏത് ലെയർ വഴിയാണ്? കൊറോയിഡ് വഴിയാണ്. കാരണം കൊറോയിഡിലാണ് എന്ത് കിടക്കുന്നത്? ബ്ലഡ് വെസൽസിൻ്റെ സപ്ലൈ കിടക്കുന്നത്. ഓക്കെ, ഐറിസ്, അതിൻ്റെ പാർട്ടാണ് ഐറിസ്. എന്താണ്? ദ പാർട്ട് ഓഫ് കൊറോയിഡ് സീൻ ബിഹൈൻഡ് ദ കോർണിയ. പ്രസൻസ് ഓഫ് ദ പിഗ്മെൻറ്റ് മെലാനിൻ ഗീവ്സ് ഐറിസ് എ ഡാർക്ക് കളർ. അപ്പം കണ്ണിൻ്റെ ഫ്രണ്ട് പോർഷൻ, ആൻറ്റീരിയർ പോർഷനിലോട്ട് എത്തുമ്പോഴേക്കും കൊറോയിഡ് എന്ന് പറഞ്ഞ ലെയർ അതിന് ചെറിയൊരു മാറ്റം വന്നിട്ട് അതെന്തായിട്ട് മാറും? ഐറിസ് ആയിട്ട് മാറും. അപ്പം ആൻറ്റീരിയർ പോർഷനിലോട്ടുള്ള കൊറോയിഡിൻ്റെ ഫോമാണ് എന്ത്? ഐറിസ്. ഈ ഐറിസ് നമ്മുടെ കണ്ണിലോട്ട് നോക്കുമ്പോൾ, നമ്മൾ കണ്ണാടിയിൽ പോയിട്ട് നമ്മുടെ കണ്ണിലോട്ട് നോക്കുമ്പം കൃഷ്ണമണി എന്ന് നമ്മൾ പറയുന്ന കറുത്ത ഭാഗം
അതാണ് എന്ത് ഐറിസ്. ഓക്കെ, അപ്പോൾ ഈ മെലാനിൻ എന്ന് പറഞ്ഞ പിഗ്മെൻറ്റ് ആണ് കളറിന് സഹായിക്കുന്നത്. കൂടുതൽ മെലാനിൻ പിഗ്മെൻ്റ് ഉണ്ടെങ്കിൽ ആ കണ്ണിൻ്റെ കൃഷ്ണമണി അല്ലെങ്കിൽ ഐറിസ് എന്തായിട്ട് ആയിരിക്കും ഇരിക്കുക, കൂടുതൽ ഡാർക്ക് കളറായിട്ടായിരിക്കും ഇരിക്കുക. മെലാനിൻ കുറവുള്ള ആൾക്കാർക്ക്, കൂടുതൽ ബോഡിയിൽ മെലാനിൻ കുറവുള്ള ആൾക്കാരാണെങ്കിൽ ബോഡി തന്നെ ലൈറ്റ് കളേർഡ് ആയിരിക്കും. അപ്പം അങ്ങനെയുള്ള ആൾക്കാരുടെ കൃഷ്ണമണികൾക്കും ലൈറ്റ് കളറിങ് വരും, മെലാനിൻ കുറവായത് കാരണം. ഓക്കെ, പിന്നെ പ്യൂപ്പിൾ, ദ അപ്പർച്ചർ സീൻ അറ്റ് ദ സെൻറ്റർ ഓഫ് ഐറിസ്. ദ സൈസ് ഓഫ് ദിസ് അപ്പർച്ചർ ഇൻക്രീസസ് ആൻഡ് ഡിക്രീസസ് ഡിപ്പെൻഡിങ് ഓൺ ദ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ്. ഓക്കെ, അപ്പം എന്താണ് ഐറിസ്? ഐറിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അപ്പർച്ചറാണ്. നമുക്ക് പിക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. ഐറിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്യൂപ്പിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പർച്ചറാണ്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് പിക്ചറിൽ നോക്കിയാൽ മനസ്സിലാകും. ഐറിസ് ഇല്ലാത്ത ഭാഗം, ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ണിനെ ഇങ്ങനെ ഒരു സെക്ഷൻ എടുത്ത് വെച്ച പോലെയാണ് കാണുന്നത്. അതിങ്ങനെ 3D ആയിട്ട് ഇമാജിൻ ചെയ്യുമ്പോൾ ഐറിസ് വട്ടത്തിൽ, നമ്മുടെ കണ്ണിലോട്ട് നമ്മൾ കണ്ണാടി വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും കണ്ണ് വട്ടത്തിൽ സർക്കുലർ ഷേപ്പിലാണ് ആര് കിടക്കുന്നത്, ഐറിസ് കിടക്കുന്നത്. ഇതിൻ്റെ നടുക്കായിട്ട് ഒരു അപ്പർച്ചർ ഉണ്ട്, ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ, ആ ഗ്യാപ്പിനെയാണ് എന്തെന്ന് പറയാം, പ്യൂപ്പിൾ എന്ന് പറയാം. ഓക്കെ, നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാണെന്നുണ്ടെങ്കിൽ കണ്ണാടിയിലോട്ട് നോക്കിയിട്ട് കണ്ണിലോട്ട് ടോർച്ച് അടിക്കുന്ന സമയത്ത് ഒരു സംഭവം ചെറുതായിട്ട് പോകുന്നത് കാണാം. ഇപ്പോൾ കൃഷ്ണമണീൻ്റെ നടുവിലായിട്ട് വരുന്ന ചെറിയൊരു വട്ടം, ഒരു സർക്കുലർ ഷേപ്പിലുള്ള സംഭവം ചെറുതായിട്ട് പോകുന്നത് കാണാം. നിങ്ങൾ ടോർച്ച് ഡിമ്മാക്കി കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, അത് കുറച്ചുകൂടെ വലിയതായിട്ട് വരും, ഡയമീറ്റർ കൂടി വരും. അപ്പം ഈ പ്യൂപ്പിളിൻ്റെ വലുപ്പം ചെറുതാകുന്നതും വലുതാകുന്നതും ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് അനുസരിച്ചിട്ടാണ്. ഓക്കെ, ഇനി അടുത്ത ലെയറാണ് ഇന്നർ ലെയർ ആയിട്ടുള്ള റെറ്റിന, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട്. നമ്മുടെ കണ്ണിൻ്റെ ഫങ്ഷൻ ആയിട്ടുള്ള കാഴ്ച എന്ന് പറഞ്ഞ സംഭവം നടക്കുന്നത് ഈ റെറ്റിന എന്ന് പറഞ്ഞ ലെയർ ഉണ്ടായതുകൊണ്ടാണ്. റെറ്റിനയിലാണ് ആര് കിടക്കുന്നത്, ഫോട്ടോ റിസെപ്റ്റേഴ്സ് കിടക്കുന്നത്. ഫോട്ടോ റിസെപ്റ്റേഴ്സ് എന്ന് വെച്ചാൽ ആരാണ്, ലൈറ്റ് എന്ന് പറഞ്ഞ സ്റ്റിമുലസിനെ റിസീവ് ചെയ്തിട്ട് അവിടെ അതിനനുസരിച്ചുള്ള ഇമ്പൾസസിനെ, മെസ്സേജുകളെ ജനറേറ്റ് ചെയ്യാൻ കഴിവുള്ള സെല്ലുകളെയാണ് നമ്മൾ ഫോട്ടോ റിസെപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫോട്ടോ റിസെപ്റ്റേഴ്സ് ഇരിക്കുന്നത് ഈ റെറ്റിനയിലാണ്. ഓക്കെ, ഇനി റെറ്റിനയിലുള്ള ഒരു സ്പോട്ടാണ് യെല്ലോ സ്പോട്ട്. ദ പാർട്ട് ഓഫ് റെറ്റിന where plenty of photoreceptors are present. It is the point of maximum visual clarity. നമ്മുടെ കണ്ണിലെ റെറ്റിനയിലെ ഫോട്ടോ റിസെപ്റ്റേഴ്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഈ ഫോട്ടോ റിസെപ്റ്റേഴ്സ് കൂടുതലായിട്ട് കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ അക്യുമുലേറ്റ് ചെയ്ത് ഡെൻസായിട്ട് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സ്പോട്ടാണ് യെല്ലോ സ്പോട്ട്. ഈ യെല്ലോ സ്പോട്ടിൽ കൂടുതൽ ഫോട്ടോ റിസെപ്റ്റേഴ്സ് ഉണ്ടായത് കാരണം നമ്മൾ മുന്നേ മനസ്സിലാക്കി, ഫോട്ടോ റിസെപ്റ്റേഴ്സിൻ്റെ എണ്ണം കൂടുമ്പോൾ എഫിഷ്യൻസി ഓഫ് ദ ഫങ്ഷൻ, ആ സെൻസേഷൻ എന്ന് പറഞ്ഞ ഫങ്ഷൻ ഏറ്റവും മാക്സിമം എഫിഷ്യൻസിയിൽ നടക്കും. അപ്പം അവിടെ ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് ഫോട്ടോ റിസെപ്റ്റേഴ്സ് ഉണ്ടായത് കാരണം ആ പോയിന്റിലോട്ട് ഫോക്കസ്ഡ് ആകുമ്പോൾ, ലൈറ്റ് ആ പോയിന്റിലോട്ട് ഫോക്കസ്ഡ് ആകുമ്പോൾ മാക്സിമം ക്ലാരിറ്റിയിൽ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളൊരു ബുക്ക് വായിക്കാൻ കൂട്ടിക്കോ. അപ്പം ബുക്ക് വായിക്കുന്ന സമയത്ത് ചെറിയ എഴുത്തിൽ എഴുതി എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ സൂക്ഷിച്ച് നോക്കിയിട്ട് മാക്സിമം ക്ലാരിറ്റിയിൽ എത്തിക്കാൻ ശ്രമിക്കൂലേ. ആ സമയത്ത് നിങ്ങളുടെ കണ്ണിൻ്റെ ഉള്ളിൽ ഇമേജ് അല്ലെങ്കിൽ ആ ചിത്രം പതിയുന്നത് എവിടെയാണ്, ഈ യെല്ലോ സ്പോട്ടിലാണ്. അതുകൊണ്ടാണ് നിങ്ങൾ അത്രയും നല്ല ക്ലാരിറ്റിയിൽ ആ പോയിന്റ് കാണാൻ പറ്റുന്നത്. ഓക്കെ, അടുത്തത് ബ്ലൈൻഡ് സ്പോട്ട്, ദ പാർട്ട് ഓഫ് ദ റെറ്റിന ഫ്രം വേർ ദ ഒപ്റ്റിക് നെർവ്സ് ബിഗിൻസ്. ഹിയർ ദർ ഇസ് നോ വിഷൻ ആസ് ഫോട്ടോ റിസെപ്റ്റേഴ്സ് ആർ ആബ്സെൻസ്. ഇനി ബ്ലൈൻഡ് സ്പോട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിലെ റെറ്റിനയിൽ നിന്ന് നെർവ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം. എന്തുകൊണ്ടാണ് റെറ്റിനയിൽ നെർവ്സ് വരാൻ കാരണം? റെറ്റിനയിൽ എന്തുകൊണ്ടാണ് നെർവ്സ് വരാൻ കാരണം? റെറ്റിനയിലാണ് ആര് കിടക്കുന്നത്? ഫോട്ടോ റിസെപ്റ്റേഴ്സ് കിടക്കുന്നത്. ഈ ഫോട്ടോ റിസെപ്റ്റേഴ്സ് ആണ് മെസ്സേജിനെ ഉണ്ടാക്കേണ്ട ആൾക്കാർ. അങ്ങനെ ഉണ്ടാക്കിയ മെസ്സേജിനെയാണ് നെർവ്സ് വഴി പാസ് ചെയ്യേണ്ടത്. അപ്പോൾ ആ നെർവ്സ് എവിടെ ആയിരിക്കണം ഉണ്ടാവേണ്ടത്? റെറ്റിനയിലായിരിക്കണം ഉണ്ടാവേണ്ടത്. അപ്പോൾ ഈ റെറ്റിനയിലുള്ള ഫോട്ടോ റിസെപ്റ്റേഴ്സിൻ്റെ അടുത്ത് എല്ലാം വരുന്ന നെർവ്സ് ഒരു കെട്ടായിട്ട് അല്ലെങ്കിൽ ഒരുപാട് ബണ്ടിലുകളായിട്ട് ഈ കണ്ണിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് ബ്ലൈൻഡ് സ്പോട്ടിലാണ്. ബ്ലൈൻഡ് സ്പോട്ടിൽ, ബ്ലൈൻഡ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താ? കാഴ്ചയില്ല എന്നുള്ളതാണ് അല്ലേ. അപ്പം ബ്ലൈൻഡ് സ്പോട്ടിൻ്റെ പ്രത്യേകത അത് തന്നെയാണ്. ആ പോയിന്റിൽ എന്തില്ല? ഫോട്ടോ റിസെപ്റ്റേഴ്സ് ഒന്നുപോലും ഇല്ല. ഫോട്ടോ റിസെപ്റ്റേഴ്സ് അവിടെ ആബ്സെൻ്റ് ആണ്. അതുകൊണ്ട് അവിടെ ആ പോയിന്റിൽ നമുക്ക് കാഴ്ച കിട്ടൂല. ഓക്കെ, ആ പോയിന്റിൽ ഫോക്കസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടൂല? കാഴ്ച കിട്ടൂല. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ
നോ വിഷൻ പാർട്ടായിട്ടുള്ള ബ്ലൈൻഡ് സ്പോട്ടിൽ നിന്നാണ് ഫോട്ടോ റിസപ്റ്റേഴ്സിൽ നിന്ന് വരുന്ന നെർവ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ബിഗിൻ ചെയ്യുന്നത്. ഇനി ബാക്കിയുള്ള ബാക്കി പോർഷൻസ് എന്ന് വെച്ചാൽ ലെൻസ്, ഒപ്റ്റിക് നെർവ്സും സിലിയറി മസിൽസും. ഓക്കെ, ലെൻസ് എന്താണ്? ലെൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐറിസിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് കാണുന്ന ആളാണ്. പ്യൂപ്പിളിലൂടെ കടന്നു വരുന്ന, പ്യൂപ്പിളിനുള്ളിൽ കൂടെയാണ് ആര് കടന്നു വരിക? ലൈറ്റ് കടന്നു വരിക. എങ്ങനെയാണ് വരിക? അറ്റ്മോസ്ഫിയറിലൂടെ കോർണിയ പാസ് ചെയ്തിട്ട് കോർണിയൻ്റെ ഇടയിലുള്ള ഒരു പ്രത്യേക ഒരു മീഡിയം ഉണ്ട്, അത് പാസ് ചെയ്തിട്ട് പിന്നെ എന്തിലോട്ട് പാസ് ചെയ്യും? പ്യൂപ്പിളിൻ്റെ ഉള്ളിലൂടെ പാസ് ചെയ്യും. അവിടെയാണല്ലോ ഗ്യാപ്പ് ഉള്ളത്, അതിലൂടെ പാസ് ചെയ്ത് ലെൻസിലൂടെ പാസ് ചെയ്ത് ലെൻസിൻ്റെയും പിന്നെ റെറ്റിനേൻ്റെ ഇടയിലുള്ള വലിയ ഒരു ഭാഗം കണ്ടല്ലോ നിങ്ങളൊരു ഹോളോ പാർട്ട്, അവിടെ ഒരുപാട് ഫ്ലൂയിഡ് ഉണ്ടാകും. അതിനെയും പാസ് ചെയ്തിട്ടാണ് റെറ്റിനമ്മിൽ ടച്ച് ചെയ്യുക ലൈറ്റ്. അപ്പോൾ ലെൻസിലൂടെ കടന്നു പോകുന്നത് പ്യൂപ്പിളിൻ്റെ ഉള്ളിൽ കൂടെ കടന്നു വരുന്ന ലൈറ്റാണ്. അപ്പോൾ ലെൻസ് എങ്ങനത്തെ ലെൻസാണ്? ഇലാസ്റ്റിക് ആയിട്ടുള്ള ലെൻസാണ്. ഇലാസ്റ്റിക് ലെൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ നമ്മൾ എന്തെങ്കിലും എക്സ്പെരിമെൻറ്റിനൊക്കെ എടുക്കുന്ന ലെൻസ്, നിങ്ങൾ കണ്ടിട്ടുള്ള ലെൻസ് എല്ലാം എന്തായിരിക്കും? ആ ലെൻസിനൊരു പ്രത്യേക ഫോക്കൽ ലെങ്ത് ഉണ്ടായിരിക്കും. അല്ലെ ഇത്ര ഒരു പ്രത്യേക കർവേച്ചറിലുള്ള ഒരു ലെൻസ് ആയിരിക്കും. അതിനെ മാറ്റാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ കണ്ണിലുള്ള ലെൻസ് എലാസ്റ്റിക് ആണ്. ആ ലെൻസിനെ പിടിച്ചു വച്ചിരിക്കുന്ന മസിൽസ് ആയിട്ടുള്ള സിലിയറി മസിൽസ് വലിയുന്നതിനനുസരിച്ചും ചുരുങ്ങുന്നതിനനുസരിച്ചും ഈ ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത്തും അതിൻ്റെ കർവേച്ചറും മാറിക്കൊണ്ടിരിക്കും. തടിച്ച ലെൻസാകും, ചിലപ്പം നീളമുള്ള ലെൻസാകും. അപ്പം നമ്മുടെ കാഴ്ചക്കനുസരിച്ച് ദൂരമുള്ളതാണ് കാണുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച്, അതുപോലെ അടുത്തുള്ളതാണ് കാണുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ലെൻസിന് മാറ്റം വരുത്തും സിലിയറി മസിൽസ്. അപ്പം എലാസ്റ്റിക് ആയിട്ടുള്ള ലെൻസാണ്, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ലെൻസാണ്, ലൈറ്റിനെ കടത്തിവിടുന്ന ലെൻസാണ്. അടുത്തത് കോൺവെക്സ് ലെൻസാണ്. കോൺകേവും കോൺവെക്സ് എല്ലാം നിങ്ങൾ പഠിച്ചതാണ്. കോൺവെക്സ് ലെൻസാണ്. പിന്നെ ദേ കണക്റ്റഡ് ടു സിലിയറി മസിൽസ് ബൈ ത്രെഡ് ലൈക്ക് ലിഗമെൻറ്റ്സ്. ത്രെഡ് പോലെയുള്ള, നൂല് പോലെയുള്ള ലിഗമെൻറ്റ്സ് എന്ന് പറഞ്ഞ പ്രത്യേക സ്ട്രക്ചർ വഴി സിലിയറി മസിൽസുമായിട്ട് കണക്റ്റഡ് ആണ്. എന്താണ് ഇനി സിലിയറി മസിൽസ്? സർക്കുലർ മസിൽസ് സീൻ അറൗണ്ട് ദ ലെൻസ്. ലെൻസിന് ചുറ്റുമായിട്ട് കണ്ണിൽ കാണപ്പെടുന്ന മസിലുകളാണ് സിലിയറി മസിൽസ്. എന്തിനു സഹായിക്കുന്നത്? കോൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ ഓഫ് ദിസ് മസിൽസ് അൾട്ടർ ദ കർവേച്ചർ ഓഫ് ലെൻസ്. ലെൻസിൻ്റെ കർവേച്ചറിനെ മാറ്റം വരുത്താൻ ഇതിൻ്റെ കോൺട്രാക്ഷനും റിലാക്സേഷനുമാണ് സഹായിക്കുന്നത്. അടുത്തത് ഒപ്റ്റിക് നെർവ്സ്. ഒപ്റ്റിക് നെർവ്സ് എന്താണ്? ട്രാൻസ്മിറ്റ് ഇമ്പൾസസ് ഫ്രം ദ ഫോട്ടോ റിസപ്റ്റേഴ്സ് ടു ദ വിഷ്വൽ സെൻറ്റർ ഓഫ് ദ ബ്രെയിൻ. നമ്മുടെ ബ്രെയിനിലാണ് വിഷ്വൽ സെൻറ്റർ ഇരിക്കുന്നത് എന്നുള്ളത് ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ സെറിബ്രം എന്ന് പറഞ്ഞ പോർഷൻ പഠിച്ചു. അപ്പം സെറിബ്രത്തിലിരിക്കുന്ന വിഷൻ്റെ സെൻറ്ററിലോട്ട് കണ്ണിൽ നിന്ന് ഫോട്ടോ റിസപ്റ്റേഴ്സിൽ വഴി വരുന്ന മെസ്സേജസിനെ എത്തിക്കാൻ സഹായിക്കുന്ന ആൾക്കാരാണ് ഒപ്റ്റിക് നെർവ്. ഓക്കെ, അപ്പം നമ്മുടെ പാർട്സ് എല്ലാം പഠിച്ചു. ഇനി ഒരു കാര്യം കൂടെ നോക്കാനുള്ളത് ദ ഫ്ലൂയിഡ്സ് ഓഫ് ദ ഐ. ഓക്കെ, ഫ്ലൂയിഡ്സ് ഓഫ് ദ ഐ. അതുകൂടെ കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിൻ്റെ പാർട്സ് കംപ്ലീറ്റ് കഴിഞ്ഞു. അതുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ക്ലാസ് നിർത്താം. അപ്പോൾ ദ ഫ്ലൂയിഡ്സ് ഇൻ ദ ഐ. എന്തൊക്കെ ഫ്ലൂയിഡ്സ് ആണുള്ളത്? ഒന്ന് അക്വസ് ഹ്യൂമറും ഒന്ന് വിട്രിയസ് ഹ്യൂമറും. എന്താണ് അക്വസ് ഹ്യൂമർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞു, കണ്ണിൻ്റെ കോർണിയ വഴി അറ്റ്മോസ്ഫിയറിലൂടെ ലൈറ്റ് കടന്നു വന്നു. കണ്ണിൻ്റെ കോർണിയ കഴിഞ്ഞിട്ട് ലെൻസിൻ്റെയും ഒക്കെ ഇടയിലായിട്ട് ഒരു ഗ്യാപ്പ് നിങ്ങൾ കാണുന്നില്ലേ? ഞാൻ കാണിച്ചു തരാം. ആ ഗ്യാപ്പ് ഈ ഒരു ഗ്യാപ്പ് നിങ്ങൾ കാണുന്നില്ലേ? ആ ഗ്യാപ്പിൽ കാണുന്ന പ്രത്യേക തരം ഫ്ലൂയിഡിനെ പറയുന്ന പേരാണ് അക്വസ് ഹ്യൂമർ. ദ വാട്ടർ ലൈക്ക് ഫ്ലൂയിഡ് ഫിൽഡ് ഇൻ ദ അക്വസ് ചേംബർ ബിറ്റ്വീൻ ദ ലെൻസ് ആൻഡ് ദ കോർണിയ. കോർണിയൻ്റെ ലെൻസിൻ്റെ ഇടയിലുള്ള ആ ഒരു ഗ്യാപ്പിനെ, ആ ഒരു ചാമ്പറിനെ, ആ ഒരു അറയ്ക്ക് പറയുന്ന പേരാണ് അക്വസ് ചാമ്പർ. അവിടെ കാണുന്ന ലിക്വിഡിന് പറയുന്ന പേരാണ് ഫ്ലൂയിഡിന് പറയുന്ന പേരാണ് അക്വസ് ഹ്യൂമർ. അതൊരു വെള്ളം പോലെ വാട്ടർ ലൈക്ക് ആയിട്ടുള്ള ഫ്ലൂയിഡാണ്. ഇറ്റ് ഈസ് ഫോംഡ് ഫ്രം ബ്ലഡ് ആൻഡ് ഇസ് റീഅബ്സോർബ്ഡ് ഇൻ ടു ബ്ലഡ്. പ്രൊവൈഡ്സ് ഓക്സിജൻ ആൻഡ് നറിഷ്മെൻറ്റ് ടു ദ ടിഷ്യൂ ഓഫ് ദ ഐ. കണ്ണിൻ്റെ ടിഷ്യൂസിന് നറിഷ്മെൻറ്റും ഓക്സിജനും കൊടുക്കാൻ സഹായിക്കുന്നു. ഈ ഫ്ലൂയിഡ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ സെറിബ്രൽ മെനിഞ്ചസ് എന്ന് പറഞ്ഞ ഒരു പോർഷനും സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിനെയും പറ്റിയിട്ട് പഠിച്ചു. ആ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ബ്ലഡിൽ നിന്നുണ്ടായി ബ്ലഡിലോട്ട് തന്നെ റീഅബ്സോർബ് ചെയ്യുന്നതായിരുന്നു. അതുപോലെ തന്നെ ബ്ലഡിൽ നിന്നുണ്ടായി ബ്ലഡിലോട്ട് റീഅബ്സോർബ് ചെയ്യുന്ന മറ്റൊരു ഫ്ലൂയിഡാണ് ഇവിടുത്തെ അക്വസ് ഹ്യൂമർ. അതുകൊണ്ട് തന്നെ ബോഡിക്കുള്ള ബ്ലഡിൽ നിന്നുണ്ടാകുന്നതാകുമ്പോൾ ഉറപ്പായിട്ടും ഓക്സിജനും നറിഷ്മെൻറ്റും കൊടുക്കുന്നത് ഇവരായിരിക്കും. പിന്നെ ഒരു കാര്യം ഉറപ്പിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ കൊറോയിഡിലാണ് ബ്ലഡ് ഫ്ലോ ഉള്ളത്, അഥവാ കൊറോയിഡിലാണ്
എന്തുള്ളത്? ബ്ലഡ് വെസൽസ് ഉള്ളത്. അപ്പോൾ കൊറോയിഡിൽ നിന്നായിരിക്കും ആരുണ്ടായി വരുന്നത്? അക്വസ് ഹ്യൂമർ ഉണ്ടായി വരുന്നത്. അടുത്തത് വിട്രിയസ് ഹ്യൂമർ. എന്താണ് വിട്രിയസ് ഹ്യൂമർ? അടുത്ത ചേംബറിലുള്ള ആളാണ്. ഇതാ ഈ ചേംബർ, അഥവാ ലെൻസിൻ്റെയും റെറ്റിനിൻ്റെയും ഇടയിൽ കാണുന്ന ഈ ഒരു അറ, ഇതിന് പറയുന്നതാണ് വിട്രിയസ് ചേംബർ. ഈ വിട്രിയസ് ചേംബറിൽ കാണപ്പെടുന്ന ഫ്ലൂയിഡാണ് വിട്രിയസ് ഹ്യൂമർ. ദ ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ് സീൻ ഇൻ ദ വിട്രിയസ് ചേംബർ ബിറ്റ്വീൻ ദ റെറ്റിന ആൻഡ് ദ ലെൻസ്. ജെല്ലി ലൈക്കാണത്, കുറച്ചുകൂടെ കട്ടിയുള്ളതായിരിക്കും. ജെല്ലി എന്താ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ, ജെല്ലി മിഠായി ഒക്കെ കഴിച്ചവരുണ്ടാവും. അപ്പം ജെല്ലി കുറച്ചുകൂടെ കട്ടിയായിട്ടുള്ള ഫ്ലൂയിഡാണ്. ഓക്കെ, വെള്ളം പോലെയല്ല, കട്ടിയായിട്ടുള്ളതാണ്. ഇത് നമ്മുടെ ലെൻസിൻ്റെയും റെറ്റിനിൻ്റെയും ഇടയിലുള്ള വിട്രസ് ചേംബറിൽ കാണപ്പെടുന്നു. ഇറ്റ് ഹെൽപ്സ് ഇൻ മെയിൻറ്റെയിനിങ് ദ ഷേപ്പ് ഓഫ് ദ ഐസ്. സ്ക്ലീറം എന്തിന് സഹായിക്കുന്നതായിരുന്നു? ഐൻ്റെ ഷേപ്പ് അല്ലെങ്കിൽ ഐന് ഫേംനെസ്, ഒരു ഷേപ്പും കരുത്തും കൊടുക്കാൻ സഹായിക്കുന്നതായിരുന്നു സ്ക്ലീറ. അതുപോലെ തന്നെ കണ്ണിൻ്റെ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന ഒരാളാണ് ആരും? വിട്രിയസ് ചേംബറിൽ കാണപ്പെടുന്ന വിട്രിയസ് ഹ്യൂമർ എന്ന് പറഞ്ഞ ഈ ഫ്ലൂയിഡും. ഓക്കെ, അപ്പോൾ നമ്മുടെ കണ്ണിൻ്റെ ഈ ഒരു ഷേപ്പ്, ബോൾ ഷേപ്പ് ഏതൊക്കെ രീതിയിൽ കണ്ണിൻ്റെ ഫങ്ഷനെ സഹായിക്കുന്നു എന്നുള്ളത് നമ്മൾ ഈ പോർഷനിൽ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ ആ ഒരു രീതിയിൽ ക്വസ്റ്റ്യൻ വന്നാൽ ഇങ്ങനെ ആൻസർ ചെയ്യാം. നമ്മുടെ പാർട്സിനെ പറ്റിയിട്ടും ആ പാർട്സ് എന്തൊക്കെ ഫങ്ഷൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളതും അത് കണ്ണിനെ എങ്ങനെ ആ ഫങ്ഷൻ സഹായിക്കാൻ കാഴ്ച അല്ലെങ്കിൽ വിഷൻ എന്ന് പറഞ്ഞ ഫങ്ഷൻ ചെയ്യാൻ സഹായിക്കുന്നു എന്നുള്ളതൊക്കെ നമുക്ക് ക്ലിയർ ആയി. ഓക്കെ, അപ്പോൾ ബാക്കി പോർഷനായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ കീപ് എ സ്മൈൽ. ബൈ.